കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പോരാട്ടം മറനീക്കി പുറത്തു വരികയാണ്. ഒരു വശത്ത് വി ഡി സതീശനും മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയും തെളിഞ്ഞു വരുമ്പോൾ കാണുന്നത് എന്താണോ അത് മാത്രമാണോ സത്യം എന്നാണിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. വി ഡി സതീശനും കെ സുധാകരനും കൂടി ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്നും സെമി കേഡർ എന്നുമൊക്കെ പറഞ്ഞ് നിരപ്പാക്കിയ AI ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണോ ഇപ്പോൾ? സതീശൻ്റെ ഏകാധിപത്യത്തിൽ മനം മടുത്ത കെ സുധാകരനും അവർക്കൊപ്പം കൂടിയിട്ടുണ്ടോ? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പൊട്ടിത്തെറിക്കുമായിരുന്ന കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾക്ക് ഇപ്പോൾ NSS SNDP നിലപാടുകൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണോ? ഒരു വ്യാഴവട്ടമായി പെരുന്നയുടെ പടിക്ക് പുറത്തു നിർത്തിയിരുന്ന രമേശിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താക്കോൽ ഇരിപ്പിടം നൽകി സുകുമാരൻ നായർ വിളിച്ചെങ്കിൽ അതിന് കാരണം എന്താണ്? 2026 കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും വെള്ളാപ്പള്ളി ചെന്നിത്തലയിൽ തമ്മിൽ ഭേദപ്പെട്ട തൊമ്മനെ കാണുന്നത് എന്തുകൊണ്ടാണ്? സതീശൻ്റെ ഭരണത്തിൽ കോൺഗ്രസിൽ കലാപം ആളിക്കത്തുകയാണോ? ഈ പോരാട്ടത്തിൽ സതീശൻ ഒറ്റപ്പെടുന്നു. സതീശൻ ഇപ്പോൾ NSSനെ പുകഴ്ത്തിയതുകൊണ്ട് രമേശിനോട് പെരുന്നയ്ക്ക് തോന്നിയ അടുപ്പം ഇല്ലാതാകുമോ? സതീശനോ രമേശോ? കോൺഗ്രസിലെ പോരാട്ടത്തിൽ ആര് നേടും, ആര് വീഴും? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: മുതിർന്ന മാധ്യമ പ്രവർത്തകർ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ A സജീവൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ലാൽകുമാറിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ, കോൺഗ്രസിലെ പടലപ്പിണക്കം, ഗ്രൂപ്പ് വഴക്ക്, ഇതൊക്കെ നമ്മൾ പല കാലങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. NSSൻ്റെ ക്ഷണം രമേശ് ചെന്നിത്തലയ്ക്ക്, അതിനെ തുടർന്ന് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ആണ്. രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല വാക്കുകൾ വെള്ളാപ്പള്ളിയിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അധികാരത്തിലേക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉടനെ എത്തില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നുമുണ്ട്. ഈ പുതിയ തർക്കം സതീശനെ വെട്ടി രമേശിനെ മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ? സതീശൻ ഗ്രൂപ്പ് രമേശൻ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കാറായോ? അല്ല, നമ്മൾ നോക്കൂ, ഇപ്പം തുടങ്ങിയ ഒരു വിഷയമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനകത്തെ തർക്കം തുടങ്ങിയിരുന്നു. അത് നമ്മൾ മറ്റൊരു ചർച്ചയിൽ വളരെ വിശാലമായി സംസാരിച്ചതുമാണ്. സുധാകരന് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ, സുധാകരനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് വന്ന ശേഷവും ഇത് പൂർണ്ണമായി വി ഡി സതീശൻ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് കോൺഗ്രസിനകത്ത് നിങ്ങൾ പലരോടും സംസാരിച്ചാൽ തന്നെ അറിയാൻ കഴിയും. സതീശൻ്റെ നിലപാടുകളോട്, സതീശൻ്റെ രീതികളോട് ഒരു കാരണവശാലും യോജിക്കാത്ത ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് നോക്കൂ, JS അഖിൽ എന്ന് പറയുന്നൊരു യുവ നേതാവ് ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം നേരിട്ടത് അവരുടെ മീഡിയ ഗ്രൂപ്പിൽ നിന്ന്, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ നേരിടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ രീതി. അപ്പോൾ ഒരു നേതൃത്വത്തെ വിമർശിച്ചപ്പം നേതൃത്വത്തോട് അവർ ആവശ്യപ്പെട്ടത് എന്താണ്? ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ സംസ്ഥാനത്ത് ചർച്ചയാകുന്നു. കാര്യം ചാണ്ടി ഉമ്മനെ സൈഡ് ലൈൻ ചെയ്തു എന്നുള്ളൊരു രീതിയിൽ ചാണ്ടി ഉമ്മൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഈ പറയുന്ന ചർച്ചയ്ക്ക് ആധാരമായ കാരണം. പക്ഷേ സംഭവിച്ചത് എന്താണ്? ചാണ്ടി ഉമ്മന് പോലും പല സന്ദർഭങ്ങളിലും പുറകോട്ട് പോകേണ്ടി വന്നു. ബാക്കിയുള്ളവർ ഒതുക്കപ്പെട്ടു. ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, സതീശൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഡോമിനേറ്റിംഗ് സ്റ്റൈലാണ്. അത് കോൺഗ്രസിനകത്ത് അങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ താല്പര്യമുള്ളവരല്ല മറ്റാൾക്കാർ. അപ്പം അവിടെ ഒരു പാൻ കേരള എക്സ്പോഷർ ഉള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്ത് ആവശ്യമാണ്. നോക്കൂ, കഴിഞ്ഞ
തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ റോള് വളരെ കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെ സത്യസന്ധമായ കാര്യമാണ്. പാൻ കേരള എക്സ്പോഷറുള്ള മറ്റൊരു നേതാവ് ഇപ്പം കോൺഗ്രസിലില്ല. ഇപ്പം സുധാകരനൊന്നും നമ്മൾ കണക്കിലെടുക്കുക പോലും വേണ്ട. അദ്ദേഹത്തെ ഒന്നും ഈ പറയുന്ന സംസ്ഥാന തലത്തിൽ ഒരു നേതാവാക്കി ഉയർത്തി കാണിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല ഈ ഗ്രൂപ്പുകൾക്കൊന്നും. അങ്ങനെ ഇരിക്കെ സതീശനുമൊക്കെ പണ്ട് ഈ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഇവർ KC വേണുഗോപാലും സതീശനും അങ്ങനെ ചേർന്ന് ഒരു 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 ഗ്രൂപ്പ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബാക്കിയുള്ളവരെ ഇപ്പുറത്ത് നിന്നവരെ വ്യക്തമായി സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു കാര്യം നടക്കുന്നുമുണ്ട്. അതിന് ഇപ്പുറത്തൊരു നേതാവിനെ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പുതിയൊരു രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളെ, ഒരു നേതാവിനെ ഇപ്പുറത്ത് കോൺഗ്രസിനകത്ത് തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ആവശ്യമുണ്ട്. അല്ല എങ്കിൽ അവർ ഒതുക്കപ്പെടുമെന്ന് വ്യക്തമായിട്ടറിയാം. അത് മാത്രമല്ല, സതീശൻ്റെ ഈ രീതികൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയവും കോൺഗ്രസ്സിനകത്തുണ്ട്. അത് നിങ്ങൾ വ്യക്തിപരമായി ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ഞാൻ ആരോട് സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് റിവീൽ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ അതൊരു ഫാക്റ്റാണ്. അവർ കോൺഗ്രസ് നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ സതീശനെ എടുത്തു കഴിഞ്ഞാൽ സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വെൽക്കം ചെയ്തതാണെങ്കിലും കോൺഗ്രസ്സിൽ അത്രയും വെൽക്കമിങ് ആയിട്ടുള്ളൊരു പൊസിഷനിലൊന്നും അല്ല സതീശൻ നിൽക്കുന്നത്. സതീശൻ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഏകാധിപത്യ പ്രവണതയോടുകൂടി പെരുമാറുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം പിടിമുറുക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ അകത്ത് ഉള്ളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ രീതികൾ, മറ്റ് നേതാക്കന്മാർക്ക് സ്ഥാനമില്ല. വളരെ സിമ്പിളായി സുധാകരൻ്റെ കാര്യം എടുത്താൽ മതി. ഒരു മൈക്ക് പ്രശ്നത്തിൽ എന്താണ് അവർ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചത് നമുക്ക് വ്യക്തമായിട്ടറിയാം. അവർ തമ്മിലുള്ളൊരു തർക്കം, മൈക്ക് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നീക്കുന്നു, എന്നുവെച്ചാൽ എല്ലാം എൻ്റെ കയ്യിലേക്ക് വരണമെന്നുള്ളൊരു രീതി സതീശനുണ്ട്. അല്ല, ഇത് പല കാലങ്ങളിലായി പുറത്തേക്ക് വന്നതാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള കോൺഗ്രസിലെ നേതാക്കളുടെ അതൃപ്തി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ നമ്മൾ ഡോക്ടർ സരിനിൽ കണ്ട കാര്യങ്ങൾ, ഷാനിബിൽ കണ്ട കാര്യങ്ങൾ, അവിടെ പാലക്കാട്ട് ഒരു നിര നേതാക്കളിൽ കണ്ട കാര്യങ്ങൾ, ആ സമയത്ത് തന്നെ ഏതാണ്ട് കെ മുരളീധരൻ ഒരു പ്രത്യേക അഭിമുഖത്തിൽ പ്രകടിപ്പിച്ച തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞ മുരളീധരനെ പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ല. അതൊക്കെ പിന്നീടത്തെ രാഷ്ട്രീയമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. അത് കെ സുധാകരൻ്റെ അതൃപ്തി നമ്മൾ ഈ മൈക്കിൻ്റെ മുമ്പിലുള്ളത് മാത്രമല്ല, ഈ അടുത്ത് അല്ലാതെയും കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ പുറത്ത് പറയാത്ത ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പ് മാനേജർമാർ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, നമുക്കറിയാവുന്നതാണ്. അങ്ങ് ചിലരോട് സംസാരിച്ചതുപോലെ തന്നെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്കുകൾ ആ നിലയ്ക്ക് തന്നെയാണല്ലോ. അത് പുറത്തേക്ക് പറയേണ്ടതുമില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ NSSൻ്റെയും SNDPയുടെയും നേതാക്കൾ പ്രതികരിച്ചതിലൂടെ പുറത്തേക്ക് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല അവിടെ ഒരു ഭാഗ്യത്തിന് അവിടെ ഒരു ഫോക്കസിലേക്ക് വന്നിരിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പുതിയ കാര്യങ്ങൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്നു. അതാണോ കാണേണ്ടത് ലാൽകുമാർ? തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ കോൺഗ്രസിലെ അതൃപ്തി സത്യത്തിൽ NSS അല്ലെങ്കിൽ SNDP ഇതിനകത്ത് വലിയൊരു ഫാക്ടറേ അല്ല. അവർ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം VD സതീശനോട് തൃപ്തിയില്ലാത്ത മറ്റ് നേതാക്കന്മാരുടെ ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ NSSനെ കൊണ്ടും SNDPയുടെ യോഗത്തിൻ്റെ അധ്യക്ഷനെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിക്കേണ്ട സാഹചര്യം വരുന്നത്. അവരതിനനുസരിച്ച് വഴങ്ങി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അകത്തെ ഉള്ളിലെ നേതാക്കന്മാർ പലരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സതീശൻ ഈ പറയുന്ന രീതിയിലല്ലാതെ ഒരു കൂച്ചുവലം കിട്ടി നിർത്താൻ കഴിയൂ എന്ന് വ്യക്തമാണ്. ഇപ്പോൾ നോക്കൂ, വളരെ സിമ്പിളായ ഒരു കാര്യം എടുക്കുക. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൽ വ്യക്തമായ ചർച്ചകൾ നടത്തിയിട്ടല്ല. അതിനു പകരം ഫേസ്ബുക്കിൽ കിട്ടുന്ന ലൈക്കിനനുസരിച്ചാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ന് വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയല്ലോ.
അപ്പോൾ അങ്ങനെ പറയത്തക്ക രീതിയിൽ നോക്കൂ, ഒരു നിയമസഭാ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മറ്റാൾക്കാരോട് ആരോടും കൂടിയാലോചിക്കാതെ സതീശിനെ പോലൊരാൾ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇത്രയും നാളും ഇതിനകത്ത് നിന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരപ്രസക്തമാകുകയാണ്. ഇപ്പം വരാൻ പോകുന്ന സമയങ്ങളിൽ 140 സീറ്റിൽ എത്ര സീറ്റ് കോൺഗ്രസ് മത്സരിക്കും നമുക്കറിയാം. ആ സീറ്റുകളിൽ കൂടുതലും സതീശന്റെ ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഇപ്പുറത്ത് ബാർഗെയിൻ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതല്ലേ ഉമ്മൻചാണ്ടിയും ഇപ്പുറത്തെ ഗ്രൂപ്പും തമ്മിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന പോലെ, ആ ഗ്രൂപ്പ് സമവാക്യത്തിൽ പിടിച്ചു നിർത്താൻ സതീശന്റെ ആൾക്കാരെ മാത്രം ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിർത്തിയാൽ അദ്ദേഹം ഒരു അനിഷേധ്യനായ നേതാവായി മാറും. അങ്ങനെ അനിഷേധ്യനായ നേതാവായി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ സുധാകരനോ അല്ല കെ മുരളീധരന് പോലും അത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അവരുടെ സേ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരും. ഇപ്പൊ നോക്കൂ, ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന കരുണാകരന്റെ പുത്രനെ അദ്ദേഹം നല്ലൊരു കോമ്പീറ്റന്റ് പൊളിറ്റീഷ്യനാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കോമ്പീറ്റന്റ് ആയി മാറിയ ഒരു പൊളിറ്റീഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് പല പ്രതികരണങ്ങളും വിവാദം ഉണ്ടാക്കാൻ കിട്ടുമോ എന്നറിയാതെ, അല്ലെങ്കിൽ സതീഷിനെതിരെ മുരളീധരൻ പറഞ്ഞല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നല്ലാതെ കോൺഗ്രസ് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രകടമാക്കിയതാണ്. ഇപ്പൊ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ എന്നെ തോൽപ്പിക്കാനാണോ കൊണ്ട് നിർത്തിയത് എന്നെനിക്ക് പിന്നാണ് മനസ്സിലായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അസ്വസ്ഥമായി നിൽക്കുന്ന കോൺഗ്രസിനെ മുൻനിര നേതാക്കന്മാരുടെ ഒരു പാളയത്തിലുള്ള ഒരു യുദ്ധമാണ് ഈ നടക്കാൻ പോകുന്നത്. അതിന്റെ ഒരു പ്രലൂഡാണ് നമ്മൾ കണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ശ്രീ ലാൽകുമാർ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഇങ്ങനൊരു അവസരം ഉണ്ടായപ്പോൾ പല മാധ്യമങ്ങളും അതിനെ ചർച്ചയ്ക്കെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് എന്താണ്, ഇനി ഒരു വർഷത്തിനപ്പുറം 1.5 വർഷത്തിന് താഴെയായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കോൺഗ്രസ്സിന് ഒരു നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. അവിടെ ഇനി അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. ആ തർക്കത്തിൻ്റെ ഒരു തുടക്കമാണിതാ വന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ മാധ്യമങ്ങളുടെ ചർച്ച വരുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറം നമുക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു ഫീഡ് എന്താണ്? ഈ 2021 ഒരു അനുഭവമുണ്ട്. അവിടെ നല്ല പ്രതിപക്ഷ നേതാവായി 2016 മുതൽ നിന്നു എന്ന് പേര് കേട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം പിന്നീട് 2021 ആ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് വി ഡി സതീശൻ മുമ്പിലെത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം നേതാക്കൾ കൂടി, അഥവാ മുഖ്യമന്ത്രി പദം എന്നുള്ളതിലേക്കൊക്കെ എത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസരത്തിൽ CPM-ൻ്റെ കൂടി ഭാഗത്തു നിന്നൊരു തീരുമാനം വരണം. അവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ സർക്കാർ തീരുമാനിക്കണം. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു ഘട്ടമില്ലാത്തപ്പോൾ പ്രതിപക്ഷ നേതാവെങ്കിലും ഒരു പദവി അവിടെ ഉണ്ടെങ്കിൽ അതുപോലും കൈവിട്ട് പോകരുത് എന്ന് കരുതുന്ന ഒരു തർക്കം കൂടി അവിടെ ഉണ്ടോ? രമേശ് ചെന്നിത്തല അതുകൂടി മനസ്സിൽ കാണുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ഒരു പോരാട്ട ചിത്രത്തിൽ? നോക്കൂ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ അദ്ദേഹം കോൺഗ്രസിനകത്ത് യുദ്ധം ചെയ്തില്ല എങ്കിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി മാത്രം ഇരുന്ന ഒരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹത്തിൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളായി മാത്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാലും ജയിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണല്ലോ. അവിടെ CPM-ൻ്റെ പെർഫോമൻസ്, CPI-യുടെ പെർഫോമൻസ്, ഇതൊക്കെ LDF-ൻ്റെ പെർഫോമൻസ് എങ്ങനെയെന്ന് നോക്കി മാത്രമേ അത് നിശ്ചയിക്കാൻ പറ്റൂ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാധ്യത കോൺഗ്രസിൽ കൂടെയുള്ള ഒരു സാധ്യത കാണണമെങ്കിൽ വ്യക്തമായി ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഫൈറ്റ് ചെയ്യണം. അതിന് അദ്ദേഹം ഫൈറ്റ് ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം നോക്കൂ, ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം എങ്ങനെ വന്നു? NSS-ൻ്റെ അധ്യക്ഷന് യഥാർത്ഥത്തിൽ അതിനകത്ത് വലിയ റോൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. താക്കോൽ സ്ഥാനവും ഈ കേരളത്തിൽ നടന്ന ബഹളങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു പുഷ് അദ്ദേഹത്തിന് ഇപ്പം കിട്ടുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. അത് കണക്കാക്കുന്നതിനകത്തൊരു പ്രസക്തിയുള്ള കാര്യം, കേരളത്തിൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. കേരളത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു നേതാവ് പറവൂർ എന്ന് പറയുന്ന സ്ഥലം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ
അദ്ദേഹം അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഉള്ള സ്വാധീനമല്ലാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ നേതാക്കന്മാരെയോ ലോക്കൽ നേതാക്കന്മാരെയോ അവരെ ഒന്നും അദ്ദേഹത്തിന് വലിയ പരിചയമുള്ള ഒരാളല്ല. ഇതൊരു സത്യമാണ്. അദ്ദേഹത്തിന് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാനും ഉമ്മൻചാണ്ടിക്കുള്ള ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കുള്ള പോലെ ഒരു കളമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. രമേശ് ചെന്നിത്തല ഞാൻ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായി നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയമായി എതിർക്കുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ നേതാവിനെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കോണിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം, അദ്ദേഹത്തിനും അറിയാം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്നെ അറിയായിരിക്കും. അതാണ് ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രമേശ് ചെന്നിത്തല ഒരു ഇരുത്തം വന്ന നേതാവാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അല്ലാതെ രമേശ് ചെന്നിത്തല ഇതോടുകൂടി കേരളത്തിലെ എല്ലാ നേതാക്കളെയും കടത്തിവെട്ടി ഒരു വലിയൊരു താരപദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതല്ല. കോൺഗ്രസിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന വാക്കാണ് വെള്ളാപ്പള്ളി ഉപയോഗിച്ചത്. അതിപ്പോൾ ലാൽകുമാർ പറഞ്ഞ ആ ഒരു അർത്ഥത്തിൽ തന്നെയായി കാണാമല്ലോ. തീർച്ചയായിട്ടും. നോക്കൂ, VM സുധീരൻ അങ്ങനെ ഒരാളായിരുന്നു. VM സുധീരനെ വെച്ചാൽ ജനങ്ങളോട് ഏറ്റവും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു നേതാവാണോ VM സുധീരൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അങ്ങനെ നിങ്ങൾ കേരളത്തിലെ ടോൾ കോൺഗ്രസ് ലീഡേഴ്സിനെ എടുക്കൂ. ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുള്ളത്? യഥാർത്ഥത്തിൽ മുരളീധരന് പോലും ഇല്ല കേട്ടോ. മുരളീധരന് പോലും ഈ പറയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കൂടെ ആൾക്കാരെ കൂട്ടത്തിൽ നിർത്തി അവരുടെ പ്രശ്നങ്ങളിൽ അവർക്ക് വേണ്ടി എൻഗേജ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. കരുണാകരനൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി, ആദ്യ അവസാനം അദ്ദേഹത്തിന് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് കരുണാകരന്. അങ്ങനെയുള്ള രീതി മുരളീധരന് പോലും ഇല്ല. അതേ സ്ഥാനത്ത് കുറച്ചെങ്കിലും അതുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. അപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്ത് ഇരിക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിൽ കൂടെ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റൂ. കാര്യം ഹൈക്കമാൻഡിലേക്ക് പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നോ പറയാനുള്ള ഒരു സാഹചര്യമില്ല. VD സതീശനുള്ള ഒരു ഗുണം കോൺഗ്രസ്സുകാരനായി നിൽക്കുന്ന KC വേണുഗോപാലിനെ അറിയാം. KC വേണുഗോപാലിന് ഈ പറയുന്ന എന്ത് കാര്യങ്ങളും രാഹുൽ ഗാന്ധിയോട് പറയാമെന്ന് പറയുന്ന ആ പ്രോക്സിമിറ്റി ഉണ്ടല്ലോ. ആക്ച്വലി VD സതീശൻ ഈസ് ട്രൈങ് ടു എക്സ്പ്ലോയിറ്റ് ദാറ്റ് പ്രോക്സിമിറ്റി. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അതല്ലാതെ VD സതീശൻ കേരളത്തിലെ എന്തോ മലമറിക്കുന്ന പ്രവർത്തനം നടത്തിയിട്ട് അദ്ദേഹം കോൺഗ്രസിന് വലിയ ആളായ ഒന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ പ്രവർത്തനം എടുത്താലും അദ്ദേഹം വളരെ കോമ്പീറ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ധാരണ എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റൊക്കെ ഉള്ളിൽ കൂടെ നടക്കുന്നു. അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന ഇപ്പുറത്തെ ആൾ എഴുന്നേറ്റ് നിന്നില്ല എങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി പോയ ഒരു വാക്കം ഉണ്ട്. അതുപോലെ തന്നെ ഐ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വലിയൊരു വാക്കം ഉണ്ട്. ഐ ഗ്രൂപ്പിന് തന്നെ ഒരു സൈഡ് ഉണ്ടായിരുന്നല്ലോ. ആ ഗ്രൂപ്പിന് ഒരു സൈഡുണ്ട്. ആ സൈഡിലൊരു വാക്കം ഉണ്ടാകുന്നു. അപ്പോൾ പല കാര്യങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പം വന്നിരിക്കുന്നത് ഇതൊരു പാളയത്തിൽ പട എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം, എന്നെ രമേശ് ചെന്നിത്തല കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രമേശ് ചെന്നിത്തല കേൾക്കുവാണെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് ഒച്ചയോടുകൂടി പറയും, താങ്കളുടെ അവസാനത്തെ ചാൻസ് ആണ് ഈ കാര്യത്തിൽ എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു സംശയമില്ല. ശ്രീ ലാൽകുമാർ, ഈ ഒരു അവസാനത്തെ ചാൻസ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് സുകുമാരൻ നായരാണ്, സുകുമാരൻ നായരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം NSS ഇപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത രമേശ് ചെന്നിത്തലയെ ചുറ്റിപ്പറ്റി ഉടനെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. പക്ഷേ അതിപ്പോൾ സുകുമാരൻ നായർ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ അതിന് കാരണം രമേശ് ചെന്നിത്തലയിലെ മഹത്വത്തെക്കാൾ ഇവിടെ പലരും പറയുന്നത് പോലെ ഇപ്പുറത്ത് സതീശൻ്റെ മേലുള്ള ഒരു അതൃപ്തിയാണ്. അത് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ മൊത്തം അതൃപ്തിയാണ്. അത് UDF-നകത്തുണ്ടോ അതൃപ്തി എന്നുള്ളത് താങ്കൾക്ക് നിരീക്ഷിക്കാം. കോൺഗ്രസിനകത്ത് സതീശന് മേലുള്ള അതൃപ്തി താങ്കൾ നേരത്തെ കുറിച്ച് വിശദീകരിച്ചതാണ്. അതിൻ്റെ ഒരു തീവ്രത ഇപ്പോൾ എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അത് രമേശ് ചെന്നിത്തലയിലേക്ക് ഗുണകരമായി വരികയാണെങ്കിൽ അത് എവിടെ വരെ പോകാം? നോക്കൂ,
കാര്യം വളരെ എവിഡൻ്റാണ്. കാര്യം NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് സതീഷിന് ഒരു ചോയ്സ് അല്ല. VD സതീശൻ അതുകൊണ്ടാണ് വളരെ ഒരു സൂത്തനിങ് സ്റ്റേറ്റ്മെൻ്റാണ് യഥാർത്ഥത്തിൽ ഇന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്രയും മര്യാദയ്ക്ക് സതീശൻ കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ശരിക്കും പേടിച്ചിരിക്കുന്നു VD സതീശൻ. കാര്യം ഇന്ന് 2 നേതാക്കന്മാർ, ജാതി അടിസ്ഥാനത്തിലുള്ള നായർ സമുദായത്തിൻ്റെയും SNDPയുടെയും സമുന്നതരായ 2 പേർ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് VD സതീശന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇത്രയും നാളും അദ്ദേഹം ഇട്ട കളത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു കളിയായി അത് മാറി. കളിയുടെ നിയമങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ VD സതീശൻ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ കോൺഗ്രസിൻ്റെ അവസ്ഥ, അത് കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത്, ബാക്കിയുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ്. കോൺഗ്രസിൻ്റെ കൂടുതൽ കാര്യങ്ങളും തീരുമാനിക്കുന്ന ലീഗാന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പം ലീഗിന് തൃപ്തരായിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ലീഗ് എന്ത് സാധ്യതകൾ കാണുന്നു, ഇതൊക്കെ യഥാർത്ഥത്തിൽ അവസാന ലാപ്പിലേക്ക് വരുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സതീശൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന NSS മുന്നോട്ട് വെച്ച ഒരു ആയുധം, അല്ലെങ്കിൽ അവരാണല്ലോ ഈ ആയുധം മുന്നോട്ടെടുത്ത് വെച്ചത്, ഉള്ള ആയുധം തന്നെ ശക്തമായി എടുത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ ആയുധം യഥാർത്ഥത്തിൽ VD സതീശന് വലിയ അപ്സെറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഹാവ് നോ ഡൗട്ട്സ് ഇൻ മൈ മൈൻഡ്. അത് എനിക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്, അദ്ദേഹം അപ്സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നോക്കൂ, രമേശ് ചെന്നിത്തലയ്ക്ക് വന്നിട്ട് പറയാൻ പറ്റുമോ ഞാനാണ് നേതാവ്, ഞാനാണ് ഇവരുമായിട്ടുള്ളതെല്ലാം ബന്ധമുണ്ടത്, എനിക്കാണ് സംസ്ഥാനത്ത് എല്ലാ ആൾക്കാരെയും അറിയാവുന്നതെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് തന്നെ ഒരു സെൽഫ് പ്രൊക്ലമേഷൻ നടത്താൻ പറ്റില്ല. അങ്ങനെ സെൽഫ് പ്രൊക്ലമേഷൻ നടത്താതെ കോൺഗ്രസിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ പറയണമെങ്കിൽ ആരാണുള്ളത്? സത്യത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം സേഫ് ബെറ്റ് എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായരാണ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ മന്ത്രിസ്ഥാനത്തിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകാൻ സഹായിച്ചത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ആവശ്യമാണ്. രമേശ് ചെന്നിത്തലയുടെ ആവശ്യം മാത്രമായി ഞാൻ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു അനീതിയായി പോവും. കാര്യം K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരാവശ്യമായി അത് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ പോകുന്നു, വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് കോൺഗ്രസിനകത്ത് വലിയ ഫൈറ്റ് ഉണ്ടാകും. അത് സതീശന് അത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം നേരത്തെ ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ സ്ഥലത്തും സതീശൻ ബന്ധമുണ്ടോ, സതീശൻ അത്രയും പൊളൈറ്റായിട്ടും ജെന്റിലായിട്ടും ആൾക്കാരെ കോൺഫിഡൻസിൽ എടുക്കുന്ന രീതിയിലുമാണോ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പെരുമാറിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വലിയ സാധ്യത കോൺഗ്രസിൽ കാണുന്നു. ലാൽകുമാർ, ഒരുപക്ഷെ സതീശൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമേജ് അതുപോലും കനകോലു ഒക്കെ പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെ ഇവിടെ CPM പറയുന്നൊരു ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ രീതിയിലാണ് ഇപ്പോൾ റിയാക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കനകോലുവിൻ്റെ ഒരു സിദ്ധാന്തമാണ് സതീശനിൽ കാണുന്നത് എന്നാണ്. പക്ഷേ ഇന്ന് കനകോലുവിനെ വെട്ടിച്ച് നിൽക്കുന്ന, അതിൽ പോലും ആ ഒരു ഇക്വേഷൻ, ആ ഫോർമുല ഉപയോഗിച്ചിട്ടും ശരിയാകാത്ത ഒരു സതീശനെയാണ് ലാൽകുമാർ നേരത്തെ വിലയിരുത്തിയതുപോലെ നമ്മളൊക്കെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കണ്ടത്. ഒന്ന് അപ്സെറ്റ് ആയിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെയും ഒക്കെ, അല്ലെങ്കിൽ ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ NSSൻ്റെയും SNDPയുടെയും നേതാക്കളുടെയൊക്കെ പ്രതികരണത്തോടു കൂടി VD സതീശൻ വല്ലാതെ അപ്സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അദ്ദേഹം ഇന്ന് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നത് വരെ എത്തിയിട്ടുണ്ട്. NSSനെയും SNDPയെയും സാമുദായിക നേതാക്കളെയും ഒന്നും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. അവർക്കൊരു സ്പേസ് ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ പഴയ സതീശനാണോ ലാൽകുമാർ? നിശ്ചയമായിട്ടും അല്ല. നോക്കൂ, NSS ആസ്ഥാനത്ത് തിണ്ണനിറങ്ങാൻ ഞാൻ പോയില്ല എന്ന് പറഞ്ഞത് ആരാണ്? VD സതീശനാണ്. VD സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞാണ്. കാര്യം അന്ന് അത് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാര്യം അദ്ദേഹത്തിന് NSSൻ്റെ സപ്പോർട്ട് അത്ര ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല. കാര്യം അദ്ദേഹത്തിന് പറവൂര് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അന്നും ഇന്നും എന്നും ഇവരെയൊക്കെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോയിട്ടുള്ളത്. നോക്കൂ, ഈ സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ നോക്കൂ, എൻ്റെ രാഷ്ട്രീയത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ജനസമ്മതിയില്ല, അദ്ദേഹം പൊളൈറ്റ് അല്ല, അദ്ദേഹം ജെന്റിലല്ല എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സതീശൻ വന്നപ്പോൾ സതീശനെ വെൽക്കം ചെയ്ത ആളാണ് ഞാൻ.
സതീശൻ വരട്ടെ, പുതിയൊരു മുഖം വരട്ടെ. പക്ഷേ സതീശൻ കേരളത്തിൽ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മാധ്യമങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് യഥാർത്ഥത്തിൽ സതീശന് ഒരു നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കാര്യം അതുകൊണ്ടാണ് വളരെ അഗ്രസീവായിട്ട് മോശമായ രീതിയിൽ പ്രവർത്തിച്ചാൽ പോലും സതീശൻ്റെ കാര്യത്തിൽ ഒരു സ്ക്രൂട്ടണിയോ ഒരു ഓഡിറ്റിങ്ങോ ഒന്നുമില്ലല്ലോ. ആർക്കാണ് ഓഡിറ്റിംഗ് ഉള്ളത്? ഒറ്റ കാര്യം ഒറ്റ കാര്യം ആലോചിച്ചു, എന്നെ കേൾക്കുന്നവർ ഇത്ര ആലോചിച്ചാൽ മതി. VD സതീശനെതിരെ എഴുന്നേറ്റ് നിന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് നിങ്ങളൊന്ന് ആലോചിച്ച്. ഇപ്പം കേരളത്തിൽ അങ്ങൊരാളില്ല. ഉണ്ടെങ്കിൽ സൈഡിൽ കൂടെങ്കിലും പറയാൻ സാധ്യതയുള്ളത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല അത്രയും കടന്നു കയറി പറയത്തില്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ VD സതീശൻ ഈ പറഞ്ഞ KPCC പ്രസിഡന്റിനെ വരെ എതിർത്ത്, KPCC പ്രസിഡന്റിനെ വരെ അധിക്ഷേപിക്കത്തക്ക രീതിയിൽ ഒരു പെരുമാറ്റത്തിന് അദ്ദേഹത്തിന് മടിയില്ല. അതേ സ്ഥാനത്ത് നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം വർഷങ്ങളായി ബൈപ്പോളറായിരുന്നു. ഇപ്പം കരുണാകരൻ ഒരിടത്ത് നിൽക്കുന്നു, ആന്റണി ഒരിടത്ത് നിൽക്കുന്നു, കരുണാകരൻ നിൽക്കുന്നു, ഉമ്മൻചാണ്ടി നിൽക്കുന്നു, രമേശ് ചെന്നിത്തല നിൽക്കുന്നു, ഇങ്ങനെ പൊക്കൊണ്ടിരുന്നത്. ആ ബൈപ്പോളാർ നേച്ചറിൽ നിന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് ഒരു യൂണിപോളാർ സ്റ്റൈലിലേക്ക് വരുത്താനാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം VD സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പരിധിവരെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷേ ആ യൂണിപോളറായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ മാത്രം അവിടെ വരികയും മറ്റ് നേതാക്കന്മാരെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതവർക്ക് സഹിക്കാൻ പറ്റുന്നതിന് മേളിലാണ്. കോൺഗ്രസിനകത്ത് ഈ പറയുന്ന പൊസഷൻ സെൻട്രിക് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആണ്. അല്ലെങ്കിൽ CPIMന്റെ ആള് നാളെ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ പറയുക, അല്ലെങ്കിൽ മറ്റ് ഒരു മന്ത്രിയോട് രാജിവെക്കാൻ പറയുക. ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതിയിലൊന്നും അല്ല കോൺഗ്രസ്. അവിടെ കടിച്ചു തൂങ്ങി എങ്ങനെയൊക്കെ പോകാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് കുറേ പേർക്കാണെങ്കിൽ അവരുടെ മക്കളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം, അവരുടെ മക്കളെ ഇപ്പം തന്നെ വോട്ടർ പട്ടികയിൽ ചേർത്ത് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമെന്ന് നോക്കും. ഇങ്ങനെയുള്ളൊരു ഒരു ലൈനാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് അത് ചെയ്യാനും കൂട്ടത്തിൽ കണക്ഷനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇപ്പം നോക്കൂ, കേരളത്തിൽ ശക്തമായി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നിന്നൊരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടപ്പം വളരെ നമുക്ക് കുറച്ച് നാളായിട്ട് അറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിൽക്കുന്നത് പഴയ ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം പാളയം മാറിയിരിക്കുന്നു. ചില കോൺഗ്രസ് നേതാക്കന്മാർ ഓരോരുത്തരെയും ഞാൻ നെയിം ചെയ്യുന്നില്ല, കാര്യം അങ്ങനെ നെയിം ചെയ്യേണ്ട കാര്യമില്ല. തിരുവഞ്ചൂരിന്റെ പേര് തന്നെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ടോൾ ലീഡർ ആയതുകൊണ്ടാണ്. അദ്ദേഹം പോലും കോൺഗ്രസിന്റെ ആന്റണി ഗ്രൂപ്പിന്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് ആയിട്ട് നിന്നൊരാളാണ്. അദ്ദേഹം എത്ര പെട്ടെന്ന് സ്വിച്ച് ചെയ്തു. അദ്ദേഹം പോലും സ്വിച്ച് ചെയ്യുന്നതിന് കാരണം എന്താണ്? അപ്പൊ അത്രത്തോളം ടോൾ ഫിഗേഴ്സ് ഇപ്പുറത്തില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സതീശന്റെ കൂട്ടത്തിലും KC വേണുഗോപാലുമാണ് ഇവിടെ ദേ ആർ റണ്ണിങ് ദ ഷോ എന്ന ഒരു വ്യക്തത കോൺഗ്രസിനകത്ത് ഉള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ ആൾക്കാർ പമ്മി നിൽക്കുന്നത്. അതെ, ആ ഒരു കാരണമാണ്. അതാണ് ഇവിടെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവരും പറയുന്നത്. ഇപ്പോ നേരത്തെ ഞാൻ വെള്ളാപ്പള്ളിയെ കോട്ട് ചെയ്യാൻ തന്നെ കാരണം അദ്ദേഹം രാഷ്ട്രീയം അരച്ച് കലക്കി, കേരളത്തിന്റെ രാഷ്ട്രീയം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരാളാണ് SNDP യൂണിയന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ നമുക്കൊരിക്കലും കേരള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളെ അങ്ങനെ അവഗണിച്ച് തള്ളാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന കോൺഗ്രസിനകത്തുള്ള പല നേതാക്കളുണ്ട്, ആ നേതാക്കളിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവായി പറയാൻ പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പേര് പറയാം. പക്ഷേ കോൺഗ്രസ് അടുത്ത് ജയിക്കുമെന്നുള്ള കാര്യമൊന്നും പറയാൻ സാധിക്കില്ല, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു മുഖ്യമന്ത്രിയാകുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതൊക്കെ വല്ലാത്ത ചോദ്യമായി മാറും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും നേതാക്കന്മാർ, ലാൽകുമാർ ഇപ്പോൾ ശരിയായി വിശദീകരിച്ചതുപോലെ ഒരു പാൻ കേരള എക്സ്പോഷർ ഇല്ലാത്ത നേതാക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നേതാക്കൾ ഈ പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാം. ആ പാർട്ടിയെ എങ്ങോട്ടേക്കാണ് തള്ളി കൊണ്ടുപോവുക? 2026 അതിനു മുമ്പൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട്. ഇതെല്ലാം കടന്ന് അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് പുതുപ്പള്ളി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന കോൺഗ്രസിനകത്തുള്ള പല നേതാക്കളുണ്ട്, ആ നേതാക്കളിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവായി പറയാൻ പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പേര് പറയാം. പക്ഷേ കോൺഗ്രസ് അടുത്ത് ജയിക്കുമെന്നുള്ള കാര്യമൊന്നും പറയാൻ സാധിക്കില്ല,
കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു മുഖ്യമന്ത്രിയാകുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതൊക്കെ വല്ലാത്ത ചോദ്യമായി മാറും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും നേതാക്കന്മാർ, ലാൽകുമാർ ഇപ്പോൾ ശരിയായി വിശദീകരിച്ചതുപോലെ ഒരു പാൻ കേരള എക്സ്പോഷർ ഇല്ലാത്ത നേതാക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നേതാക്കൾ ഈ പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാം. ആ പാർട്ടിയെ എങ്ങോട്ടേക്കാണ് തള്ളി കൊണ്ടുപോവുക? 2026 അതിനു മുമ്പൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട്. ഇതെല്ലാം കടന്ന് അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട് ഈ സീറ്റുകളിലൊക്കെ നേടിയ വിജയം പോലെയാണെന്ന് ഇങ്ങനെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആകുമോ ലാൽകുമാർ? ഒരിക്കലും ആകത്തില്ല. നോക്കൂ, ഇപ്പം പുതുപ്പള്ളിയാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും പാലക്കാടും ഇത് മൂന്നും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. CPM-ൻ്റെ ഒരു സീറ്റ് അവർക്ക് അങ്ങോട്ടേക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ശക്തി ഇപ്പോഴും കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആദ്യം വന്ന ഏറ്റവും വലിയ വാദങ്ങളിലൊന്ന് കോൺഗ്രസ് തൃക്കാക്കര ആലത്തൂർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രാധാകൃഷ്ണൻ മത്സരിച്ച മണ്ഡലം ചേലക്കര പിടിച്ചാൽ മാത്രമേ ഒരു വിക്ടറി ഉണ്ടാവൂ എന്ന് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വന്നതാണ്. അവിടെ കോൺഗ്രസ് സതീശനെ KC വേണുഗോപാലൊക്കെ അവിടെ കിടക്കുകയായിരുന്നു, എന്നിട്ടും വിജയിച്ചില്ല. കാര്യം ഇവർ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ആണ് കേരളത്തിലുള്ളതെന്നാണ്. ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. അത് റിയാലിറ്റി അല്ല എന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെയ്ത തെറ്റെന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞ് അദ്ദേഹം സത്യത്തിൽ കുറെ കരക്കേറിയിരുന്നു. കാര്യം VD സതീശനും ഈ പറയുന്ന ഗ്രൂപ്പിനും ഒരു സ്വൈരവികാരം നടത്താനും അവരുടെ രാഷ്ട്രീയം പറയാനും അവരുടെ രീതിയിലേക്ക് ഈ കോൺഗ്രസിനെ വെട്ടിമാറ്റി കൊണ്ടുപോകാനുമുള്ള ഒരു ടൈം ഗ്യാപ്പ് അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. യഥാർത്ഥത്തിൽ ഒരു റെലവൻ്റ് അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനല്ല രമേശ് ചെന്നിത്തല വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വളരെ വ്യക്തതയുള്ള ഒരു ക്ലിയർ തോട്ട് പ്രോസസ് ഉള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തല കുറച്ചു കാലം കളത്തിൽ നിന്ന് മാറി പുറത്ത് എവിടെയോ പോയിരുന്നു. ഈ ഫുട്ബോൾ കോർട്ടിൽ അദ്ദേഹം ഉണ്ടെന്നും അദ്ദേഹത്തിന് വേണ്ടവർ കോൺഗ്രസിലുണ്ടെന്നും അദ്ദേഹം മുന്നിൽ ഇറങ്ങി നിന്നാൽ പുറയിൽ നിൽക്കാൻ ആൾക്കാരുണ്ടെന്നും ഉള്ള കാര്യം അദ്ദേഹം അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങും ഇങ്ങും ഒക്കെ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് പറയുന്നല്ലാതെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് പോലെ ഉമ്മൻചാണ്ടിയൊക്കെ നടത്തുന്ന പോലെ ഇതിനകത്ത് നിന്നൊരു ഫൈറ്റ് അദ്ദേഹം നടത്തിയില്ല. അതുകൊണ്ടാണ് ബൈപോളറായിട്ട് നിന്ന കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ യൂണിപോളറായി മാറിപ്പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യൂണിപോളറായടുത്ത് ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായിരിക്കുന്നു കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയവും കോൺഗ്രസിന്റെ സ്റ്റെബിലിറ്റിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് എന്തേലും ആകണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു യാത്ര മുന്നോട്ട് വരണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്താലേ പറ്റൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ലാൽകുമാർ ഇപ്പോൾ പറഞ്ഞത്. അതായത് രമേശ് ചെന്നിത്തലയുടെ ശക്തി അദ്ദേഹത്തിന് ആരൊക്കെയോ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ NSSലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ തന്നെയുള്ള വേറെ ആരൊക്കെയോ ആണ്. ഒറ്റയ്ക്കല്ല രമേശ് ചെന്നിത്തല. ഒരു ദിവസം ഇങ്ങനെ സുകുമാരൻ നായർക്കൊരു ഉൾവിളി ഉണ്ടായതല്ല. 11 വർഷം കഴിഞ്ഞു, ഇനി ഞാൻ രമേശ് ചെന്നിത്തലയെ പെട്ടെന്ന് വിളിച്ചേക്കാം മന്നം ജയന്തിക്ക് എന്ന് തോന്നിയതല്ല. അത് സുകുമാരൻ നായർക്ക് തോന്നിക്കാനായി രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള കോൺഗ്രസ്സുകാർ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് അവിടെ ഉണ്ടാകുന്നു. സതീശനെ സഹിച്ചു മതിയായിരിക്കുന്നു ഈ കോൺഗ്രസ്സുകാർക്ക്, അതല്ലേ? നിശ്ചയമായും. സംശയം എന്താണ്? കാര്യം നോക്കൂ, ഒരു ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ വാർത്താ സമ്മേളനം കാണുന്ന ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലാവും എത്ര സ്കെയിലിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നമുക്ക് മനസ്സിലാകുന്നതിപ്പം പിന്നെ കോൺഗ്രസ്സുകാർക്കാണോ മനസ്സിലാകാത്തത്? അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? അദ്ദേഹം പെട്ടെന്ന് ഇത് പിടിച്ചടക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അദ്ദേഹത്തിന് ഉള്ളിലൊരു പ്രശ്നമുണ്ട്.
എങ്ങനെയും പെട്ടെന്ന് ഇത് പിടിച്ചടക്കിയില്ലെങ്കിൽ വേറെ ഫോഴ്സസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് ഒരു പരിധിവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്നലെ മുന്നോട്ട് വെച്ച കോയിൻ അതൊരു വലിയ ഗാംബിറ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല കഴിഞ്ഞ 2 വർഷം നടത്തിയ രാഷ്ട്രീയത്തിൽ ഏറ്റവും വളരെ വ്യക്തമായ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? NSS വഴി SNDP വഴി അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത് ഐ ആം ഹിയർ ഫോർ എ ഫൈറ്റ്, ബി റെഡി, ബി പ്രിപ്പയർഡ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലായി, നമ്മളെക്കാട്ടിലും വ്യക്തമായി സതീശന് മനസ്സിലായി. അതുകൊണ്ടാണ് സതീശൻ പറയുന്നത് കോൺഗ്രസിന്റെ ശശി തരൂരിനെ വിളിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ വിളിക്കുന്നത് കോൺഗ്രസിന് നല്ലതാണല്ലോ. കോൺഗ്രസിന് നല്ലതെന്ന് നോക്കിയല്ലോ ഇവിടെ പെരുമാറുന്നത് പലരും. അവനവൻ്റെ കാര്യമാണല്ലോ പൊതുവെ ഇതിനകത്ത് നടക്കുക. എൻ്റെ ഗ്രൂപ്പ് എന്നുള്ളൊരു കാര്യമാണല്ലോ നടക്കുന്നത്. അല്ലെ കോൺഗ്രസിന് നല്ലതാണെങ്കിൽ കോൺഗ്രസിന് നല്ലതിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ പ്രവർത്തിക്കത്തുള്ളെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ നമ്മൾ അന്ന് KPCC അധ്യക്ഷൻ അങ്ങ് പറഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ പോരെ? ആ ക്രെഡിറ്റ് കൂടെ വിട്ടുകൊടുക്കാമല്ലോ. അപ്പോൾ അതല്ല ഞാൻ തന്നെ മൈക്ക് പിടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തള്ളുന്നു, അത് അങ്ങോട്ട് തള്ളുന്നു. അങ്ങനെ നിസ്വാർത്ഥമായി ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കതിനകത്ത് തോന്നുന്നത് സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ ഹാസ് അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി. കാര്യം സതീശൻ വ്യക്തതയുണ്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാൻ പോകുന്നു കോൺഗ്രസിനെ ഇവരുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പുറത്തൊരു ഫൈറ്റ് വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ലാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൻട്രൽ ട്രാവൻകൂറിലെ ബെൽറ്റിൽ എടുത്തു കഴിഞ്ഞാൽ സതീശനെ വലിയ ഒന്നും ഉള്ള ആളല്ല. അവിടെ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നുള്ള ആൾക്കാരുണ്ട്, രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അതേ സ്ഥാനത്ത് മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ സുധാകരനോട് നിന്നിട്ടുള്ള ആൾക്കാരാണുള്ളത്. അല്ലാതെ സതീശൻ പറയുന്നത് പോലെയുള്ള ഒരു വലിയ കളം സതീശന് കുറേ നേതാക്കന്മാർ മാത്രം പോരല്ലോ. ഈ പറയുന്ന അവിടുത്തെ ഒരു MLA അറിയാം, MLA എൻ്റെ കൂട്ടത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാകത്തില്ല. ലോക്കൽ ലെവലിലുള്ള നേതാക്കന്മാരെ അറിയാന്നുള്ളതാണ് കോൺഗ്രസിൽ. ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഉള്ള ആൾക്കാരെ പേരെടുത്ത് അറിയുന്ന ആൾക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയും മറ്റാൾക്കാരും. അങ്ങനൊരു സാധ്യത എന്തായാലും സതീശനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ബിൽഡ് ചെയ്യാൻ അദ്ദേഹം പ്രോപ്പറായിട്ട് ശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അദ്ദേഹം ഒരു പൊളൈറ്റ് ലീഡറായി, ആൾക്കാരെ കേൾക്കുന്ന ഒരാളായി, അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നം, കോൺഗ്രസ്സുകാർ തന്നെ പ്രശ്നം മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ, അദ്ദേഹത്തിന് ഒരു ഡോമിനൻറ്റ് ഫോഴ്സ് ആകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഐഡിയ യഥാർത്ഥത്തിൽ അങ്ങോട്ട് പഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. തിരിച്ച് റിസീവിങ് എൻഡിൽ നിന്ന് അദ്ദേഹം ഒരു റേഡിയോ പോലെ അങ്ങോട്ടേക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സതീശനെ അപ്രോച്ച് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. സതീശനെ ഇപ്പം ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഒരു ബാഡ് ബുക്കിൽ വരല്, ഗുഡ് ബുക്കിൽ തന്നെ നിൽക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ സതീശനോട് വലിയ സ്നേഹം ഉണ്ടായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സതീശൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റു പേരുകാരൊക്കെ സതീശനെതിരായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ആളുകളൊക്കെ അവരുടെ പ്രതികരണങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അത് സതീശന് ഗുണകരമാകുന്ന രീതിയിലല്ല. സതീശൻ ഇപ്പോൾ ചെന്ന് വിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് ദോഷകരമായി മാറുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. അത് കെ മുരളീധരനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും സുധാകരനാണെങ്കിലും ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ അതാണ് കാണിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സതീശൻ പറയുകയാണ് ഇവരൊക്കെ നല്ല നേതാക്കൾ തന്നെയാണ്, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ശ്രമിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാര്യം ആര് നോക്കുമെന്നാണ്. അതായത് കോൺഗ്രസിൻ്റെ കാര്യം ഒന്നും നോക്കാത്തവരാണിവർ. ഇവർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ്. ഞാൻ മാത്രമാണ് കോൺഗ്രസ്സിന് വേണ്ടി നിൽക്കുന്നത്, വലിയ ത്യാഗം സഹിച്ച് അവിടെ ഒരു സ്വന്തമായി ഒരു വേദന കൂടി സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവിൻ്റെ പരിവേഷം കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സതീശൻ. കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്ന മറ്റുള്ള ആളുകൾക്ക് നേരെയുള്ള ഒരു അടി, അതാണ് സതീശൻ പറയുന്നത്. പ്രതിപക്ഷ സ്ഥാനം രാജിവെച്ച് KPCC പ്രസിഡന്റ് ആകാൻ പറയൂ. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം മാറ്റിവെച്ച് KPCC പ്രസിഡന്റ് ആയാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി ഇച്ചിരൂടെ വർക്ക് ചെയ്യാമല്ലോ. ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം KPCC പ്രസിഡന്റിനെക്കാട്ടിലും വലിയ ആള് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പോലും അറിയാത്ത കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത്. നോക്കൂ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ അറിയാതെ കോൺഗ്രസ് പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ നടക്കുന്നത്?
ഇതൊരു യാഥാർത്ഥ്യമാണ്. കെ സുധാകരൻ കാര്യങ്ങൾ അറിയുന്നു. ഇപ്പം ഞാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ഞാൻ അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ അദ്ദേഹത്തോട് ഒരാൾ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ അറിയാതാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അറിയാതാണെന്ന് പറയുമോ? കാര്യം അതിൽ പേര് ഒരു നാണക്കേടുണ്ടോ? അതുകൊണ്ട് പറയും, അതൊന്നുമില്ല, ഞങ്ങൾ കൂടിയാലോചിച്ചെടുത്താന്ന് പറയും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്കതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പം ഈ പറയുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എനിക്കൊന്ന് വളരെ വളരെ വ്യക്തമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇന്ന് കെ മുരളീധരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തീരുമാനിക്കും. എനിക്കൊന്നു കെ മുരളീധരനാണെന്ന് തോന്നുന്നു അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതെ, കോൺഗ്രസിൻ്റെ ഒരു സമന്വിതനാണ് മുരളീധരനാണ് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് മുരളീധരനാണ് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നേ? ഇന്നലെ NSS ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ SNDP മറ്റൊരു കാര്യം പറയുന്നു. കെ മുരളീധരൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള എന്ത് രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലെ കോൺഗ്രസിലുണ്ടായത്? കാര്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന എന്തെങ്കിലും ചർച്ച കോൺഗ്രസിനകത്ത് നടന്നോ? ഇല്ലല്ലോ. ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായോ? സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചോ? കേരളത്തിൽ ആരൊക്കെയാ മത്സരിക്കുന്നത് തീരുമാനിച്ചോ? എന്നിട്ടും കെ മുരളീധരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയാണ്. ജനങ്ങൾ അത്ര ആലോചിച്ചാൽ മതി. എന്തിനിത് ഇപ്പൊ പറയുന്നു? ഇപ്പൊ പറയേണ്ടതില്ലാത്ത, ഇപ്പോൾ കാണേണ്ടതില്ലാത്ത കാഴ്ചകളൊക്കെയാണ് പെട്ടെന്ന് എടിപിടിന്ന് ഇപ്പോൾ കോൺഗ്രസിനകത്ത് കാണുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് കാരണവും. ഞാൻ വരാം. ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിൽ സതീശൻ ഒരു പ്രശ്നമായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കി കുറേ അധികം പേരുണ്ട്. അവരിൽ പലരും പെട്ടെന്ന് ചെന്നിത്തലയെക്കുറിച്ച് ഓർക്കുന്നു. ചെന്നിത്തലയ്ക്കൊരു വലിയ ആവേശമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അവരൊക്കെ പെരുന്നയിൽ ഇടപെടുന്നു. പെരുന്നയിൽ നിന്ന് ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഒരു വിളി വരുന്നു. അത് പെട്ടെന്ന് ശ്രീ സുകുമാരൻ നായർക്കൊരു ഉൾവിളി ഉണ്ടായതല്ല. അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസിനകത്തും നിന്നൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അതിനൊരു ഫലം കാണുന്നു. ഇത് സതീശനെ ലക്ഷ്യം വെച്ചാണോ, രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണമുണ്ടാക്കാനാണോ, ഇത് ഇത്ര നേരത്തെ എന്തിനാണ്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ലാലേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ NSS നോക്കിയാൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശനെ ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. NSS ഒരു സമുദായ സംഘടനയാണ്. അത് പൊതുവേ കോൺഗ്രസിനോട് അനുകൂല നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ്. വർഷങ്ങളായിട്ട് അങ്ങനെയാണത് നിൽക്കുന്നത്. പക്ഷേ നായർ സമുദായ അംഗങ്ങൾ നല്ലൊരു പങ്കും ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറി എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു മൈഗ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ CPMൽ നല്ല നായന്മാരുണ്ടല്ലോ, അതുപോലെ കോൺഗ്രസ്സിലുണ്ട്, മറ്റെല്ലാ കക്ഷികളിലും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് സംഘടനയിലെ ഒരു നേതാവിനെ തന്നെയായിട്ട് NSSന് അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് ലാല് പറഞ്ഞത് സതീശന് വലിയ പ്രശ്നമായിട്ടുണ്ടെന്നാണ്. സതീശൻ പ്രതിപക്ഷ നേതാവാണ്. സതീശൻ പാലക്കാട് വിജയം നേടിയത് കോൺഗ്രസിനകത്തൊരു ഒരു വശത്ത് ലാൽ പറയുന്നത് പോലെ പ്രശ്നമായിട്ടുണ്ട് എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ ആ വിജയം ഒരു വിജയം തന്നെയാണ്. ആ വിജയം VD സതീശനെ ഒരു പടി ഉയർത്തിയിട്ടുണ്ട്. ചേലക്കര കൂടെ കിട്ടിയിരുന്നെങ്കിൽ VD സതീശനെ എവിടെയെങ്കിലും പിടിച്ചാൽ നിൽക്കുമായിരുന്നില്ല. അതാണ് സ്ഥിതി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ രമേശ് ചെന്നിത്തല NSS മന്നം ജയന്തിയിൽ പ്രസംഗിക്കാൻ പോകുന്നു എന്നത് കണ്ടിട്ട് അത് അത്ര വലിയൊരു പ്രശ്നമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് നടക്കുന്നത് അതൊരു പ്രശ്നമാണോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ സുകുമാരൻ നായർക്ക് അത് പെട്ടെന്ന് അങ്ങനെ ഈ 10 വർഷം തോന്നാത്തത് 11-ാം വർഷം തോന്നണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. ഈ വർഷം വിളിച്ചേക്കാമെന്ന് തോന്നിയത് അവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കെങ്കിലും സമ്മതിക്കാവുന്ന കാര്യമാണ്. ആ പ്രശ്നത്തിനിടയിൽ അദ്ദേഹത്തെ വിളിക്കാൻ തോന്നിപ്പിച്ചത് ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അതായിരിക്കാം, അതിന് സംശയമൊന്നുമില്ല. കാരണം രമേശ് ചെന്നിത്തലയെ NSSൻ്റെ 4 അതിരുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അതിന് കാരണം സുകുമാരൻ നായർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്
ഈ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്താ കോൺഗ്രസ് നേതാവല്ലേ, അത് കോൺഗ്രസിനല്ലേ ഗുണം. നായർ സമുദായം ഒരു കോൺഗ്രസ് നേതാവിനെ പ്രസംഗിക്കാൻ വിളിച്ചാൽ എന്താ കുഴപ്പം നാട്ടുകാരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് നേട്ടം മുഴുക്കുകയും കോൺഗ്രസിനല്ലേ കിട്ടുക എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. എന്തെങ്കിലും ഒരു വ്യത്യാസം ഇന്നലത്തേതിൽ നിന്ന് വ്യത്യാസം ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് വി ഡി സതീശനിൽ താങ്കൾ ഇന്ന് കണ്ടോ? അല്ല അല്ല, ആ ഉത്തരം പറഞ്ഞത് അങ്ങനെ അത്രയും മര്യാദയ്ക്ക് സതീശൻ ഒരു മറുപടി പറയുന്നത് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. വി ഡി സതീശന് ചിലപ്പം ബോഡി ലാംഗ്വേജൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. കാരണം വി ഡി സതീശൻ ഇത്തിരി കർശന സ്വഭാവത്തിലാണ് പലരോടും ഇടപെടുന്നത് എന്നൊരു ആരോപണം പരക്കെയുണ്ട്. മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം ഇടപെടുന്ന പത്രസമ്മേളനത്തിലും ഒക്കെ ചില കോൺഗ്രസ് നേതാക്കന്മാരോടും അങ്ങനെയൊക്കെ ഇടപെടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് സാധാരണ അടുത്ത മുഖ്യമന്ത്രിയാവുക ആണ് പതിവ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അത് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ സംഭവിക്കാതിരുന്നത് ഒരു നല്ല പങ്കും അദ്ദേഹത്തിൻ്റെ തന്നെ കുറ്റം കൊണ്ടാണ്. വല്ല കാര്യമുണ്ടായിരുന്നോ മാണി സാറിൻ്റെ കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ പറഞ്ഞു വിട്ടിട്ട്? അത് രമേശ് ചെന്നിത്തലയും ബെന്യാമിനും കൂടിയല്ലേ അവരെ ഓടിച്ചു വിട്ടത്. അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈ നീട്ടി സ്വീകരിച്ചു. അവർ രണ്ട് മാന്യമായിട്ട് LDF-ലിരിക്കുന്നു. ഈയിടെ കുറേ പത്രവാർത്തകളൊക്കെ വന്നുവല്ലോ. പത്രവാർത്തകൾ വന്നത് ഇതാ മാണി ഗ്രൂപ്പ് ഉടൻ തന്നെ UDF-ലേക്ക് തിരിച്ചു പോകും എന്നാണ്. എന്നിട്ട് എന്തായി? വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട് അവരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അറിയാം അവർക്ക് വളരെ സന്തോഷകരമായിട്ട് കഴിയുകയാണ് ഇടതുപക്ഷത്ത്. ഒരു റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനമുണ്ട്, നല്ല മാന്യമായ ഇടപെടൽ നടത്തുന്നു, അവരെ ആരും പുകച്ച് പൂർത്തിയടിക്കുന്നില്ല. ഒരു സീറ്റ് കൊടുത്താൽ പുറകെ വേറെ കോൺഗ്രസ്സുകാർ എന്നത് പാരവെക്കാൻ പോവുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വളരെ സംതൃപ്തമായിട്ട് കഴിയുന്നു. അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ വീഴ്ചയാണത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റവും ഇല്ലാത്ത സാഹചര്യത്തിലും ആകെ മാറിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയെ തിരിച്ചു പെരുന്നയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് ഒരു കാരണവും ഇല്ലാതെ വരുന്നു എന്ന് ഇപ്പോഴും ആ കാരണം പറയാൻ പറ്റുന്നില്ല എന്നാണോ? അവിടെ കാരണം സതീശനാണ്. തൽക്കാലം കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരാണ് രമേശ് ചെന്നിത്തല മാത്രമേ ഇനി അതിനൊരു പരിഹാരമായി അവിടെ ഉള്ളൂ. ഒരു നേരത്തെ ലാൽകുമാർ പറഞ്ഞതുപോലെ ഒരു പാൻ കേരള എക്സ്പോഷറുള്ള ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളത്. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഒരു അല്പം ഇരുത്തം വന്ന നേതാവ് കോൺഗ്രസ്സിൽ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് അദ്ദേഹത്തെ തമ്മിൽ ഭേദം എന്ന ഗണത്തിൽപ്പെടുത്താം എന്നാണ്. ലാലേ, നമുക്കൊക്കെ അറിയാം രമേശ് ചെന്നിത്തല അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്ന പ്രതിപക്ഷ നേതാവാണ്. നമ്മളൊക്കെ ചാനൽ ചർച്ചകളിലും അന്നൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നതും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയാണ് അടുത്ത മുഖ്യമന്ത്രിയാവേണ്ടത്. അടുത്ത UDF ഭരണത്തിൽ വന്നാൽ UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. രമേശ് ചെന്നിത്തല അവിടെ പല സംവിധാനങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ മുഖ്യമന്ത്രിയായാൽ എന്ത് ചെയ്യണം, ആരെ നിയമിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു അത്രേ. പക്ഷേ കൈവിട്ടുപോയി. അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ രമേശ് ചെന്നിത്തലയ്ക്ക്. രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര വയസ്സായെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മുഖ്യമന്ത്രിയാകാൻ നല്ല ആരോഗ്യവും പ്രായവും ഒക്കെ ഉണ്ട്. അദ്ദേഹം അതിനുവേണ്ടി അത് ഏത് വർഷത്തെ ഉദ്ദേശിച്ചാണ് താങ്കൾ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ 2026 നോക്കണ്ടെന്നാണ് CPM പറയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ആരും ആ ധൈര്യം വെള്ളാപ്പള്ളി പോലും പറയുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി അങ്ങനെ നമ്പാൻ പറ്റുമോ ലാലേ? എനിക്കതാ സംശയം. വെള്ളാപ്പള്ളിയുടെ മോൻ എവിടെയാ? തുഷാർ വെള്ളാപ്പള്ളി എവിടെയാ? അദ്ദേഹം കേരളത്തിൽ BJP മുന്നണിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ്, അറിയാമോ കേരളത്തിൽ? അതാണ് ഓർക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളിയുടെ ഭാര്യ വരെ BJP സ്ഥാനത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. എങ്ങനെ വെള്ളാപ്പള്ളിയെ നമ്പാനാവും? രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല, ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും നേതാവിന് നമ്പാനാവുമോ? അതൊക്കെ ഓർക്കണം. അല്ല, അതൊക്കെ അതുപോലെ തന്നെ നിന്നാൽ മതി. CPM കോൺഗ്രസിനാണ് ദോഷം. ഞാൻ വരാം. ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ A. സജീവൻ, തൽക്കാലം ഒരു കാരണവും ഇല്ല. പക്ഷേ രമേശ് ചെന്നിത്തല പെരുന്നയ്ക്ക് പോകുന്നു. അത് പെട്ടെന്ന് സംഭവിക്കുന്നു. സതീശൻ്റെ ശരീരഭാഷ ഒന്നാകെ മാറിയിരിക്കുന്നു. ഇന്നലെ കണ്ട സതീശനല്ല ഇന്ന്. ഇത് നേരത്തെ ലാൽകുമാർ ചോദിച്ചത് ഇത് നമ്മുടെ സതീശൻ ആണോ എന്നാണ്.
അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തെ ഒരു സിനിമ ഡയലോഗിന് സാമ്യമുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു പെട്ടെന്ന്. സജീവൻ, എന്തുകൊണ്ട്? ഇതില് സതീഷിന്റെ ഈ പ്രതികരണം തന്നെ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വന്നുള്ള മാറ്റം താങ്കൾ പറഞ്ഞു, അത് തന്നെയാണ് എത്രമാത്രം ഗുരുതരമാണ് സതീശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ എന്നുള്ളതിന്റെ തെളിവ്. അത് പെരുന്നയിൽ നിന്ന് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ക്ഷണം കിട്ടിയത് കൊണ്ട് മാത്രമല്ല, സതീശൻ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ വികാരപരമായിട്ടുള്ള പ്രതികരണങ്ങളിലൂടെ ഉണ്ടാക്കി തീർത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. സതീശൻ നേരത്തെ ഇപ്പൊ സുകുമാരൻ നായരെ കുറിച്ച് അദ്ദേഹം വളരെ മാന്യമായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ NSSനെ കുറിച്ച് സുകുമാരൻ നായരെ കുറിച്ചൊക്കെ സതീശന്റെ പ്രതികരണം എന്തായിരുന്നുള്ള കാര്യം നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള പ്രതികരണം എന്തായിരുന്നുള്ള കാര്യം നമുക്കറിയാം. അന്ന് അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗാണ്. പക്ഷേ മുനമ്പം പ്രശ്നത്തിൽ അദ്ദേഹം ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലും അദ്ദേഹത്തോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് അദ്ദേഹം കയറിയിട്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത്. സതീശന് ആവശ്യമില്ലാതെ ഒരു പുലിവാല് പിടിക്കുകയായിരുന്നു മുനമ്പം പ്രശ്നത്തിന്. മറ്റൊരു നേതാവും പറയാതെയാണ് സതീശന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ കുറെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സുകുമാരൻ നായരുടെ പ്രശ്നത്തിന് മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ വോട്ട്, അല്ലെങ്കിൽ നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ BJPയുടെ വലിയ വലങ്കൈയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ NSSൽ SNDP യോഗത്തില് കുറെ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുണ്ട്. അവിടെയാണ് അത്തരം കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത, പക്ഷേ അത് കോൺഗ്രസിന് അനുകൂലമായി നിന്നോളൂ, പക്ഷെ നിങ്ങളുടെ നേതാവായിട്ട് കണക്കാക്കേണ്ടത് സതീശനെ അല്ല രമേശ് ചെന്നിത്തലയാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്താലും SNDP യോഗം ഒരുമിച്ച് തീരുമാനമെടുത്ത് വോട്ട് ചെയ്താലൊന്നും മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും കോൺഗ്രസിലുള്ള SNDP യോഗം പ്രവർത്തകർക്ക് അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് സതീശനല്ല, കുറെ കൂടി പക്വതയോടുകൂടി നിൽക്കുന്ന ഒരാള് രമേശ് ചെന്നിത്തലയാണെന്നുള്ളത്. രമേശ് ചെന്നിത്തലയെ എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഇത്രയും കുറെ കാലത്തെ വിടവിന് ശേഷം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? മറ്റു പല ആളുകളെയും അദ്ദേഹത്തിന് ക്ഷണിക്കാമായിരുന്നു മുഖ്യപ്രഭാഷകനായിട്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയെ വിളിച്ചു എന്ന് പറയുന്നത് VD സതീശന് കൊടുക്കുന്ന സന്ദേശമാണ്. അതായത് നിങ്ങളെ അല്ല ഞങ്ങൾ പരിഗണിക്കുക. NSSന്റെ വോട്ട് കൊണ്ട് മാത്രം UDF അധികാരത്തിൽ വരണമെന്നില്ല, പക്ഷെ അവരുടെ പരിഗണന ആർക്കാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തു. ഈ മുനമ്പകാരൻ നേരത്തെ VD സതീശന് ഉണ്ടായിരുന്ന നേട്ടം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വളരെ കൃത്യമായിട്ടും രമേശ് ചെന്നിത്തലയെ സംഘിയാക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു, കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് തന്നെയുള്ള ശ്രമം നടന്നിരുന്നുള്ള കാര്യം എനിക്കറിയാം. രമേശ് ചെന്നിത്തല എന്നെ പലപ്പോഴും പല അടുത്ത ആളുകളോട് പറഞ്ഞ കാര്യമാണത്. അതിൽ നിന്ന് അദ്ദേഹം മാറാൻ വേണ്ടി മുസ്ലിം ലീഗുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ അക്കാലത്ത് സതീശനോട് താല്പര്യം മുസ്ലിം ലീഗിനുണ്ട്. പക്ഷെ മുനമ്പം പ്രശ്നത്തിൽ മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ട് എതിരാവുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. സ്വാഭാവികമായിട്ടും സതീശൻ ഇങ്ങനെ 4 ഭാഗത്തു എന്ന് പറയില്ലേ, പഞ്ചാഗ്നി മധ്യത്തിൽ 4 ഭാഗമില്ല, പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുള്ള ഒരു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സതീശനുള്ളത്. അതുകൊണ്ടാണ് നേരത്തെയുള്ള വികാരജീവിയായ സതീശൻ ഇപ്പോ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വിളിച്ചാൽ കോൺഗ്രസ് നന്നായി പോലും എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും ശ്രീ ജേക്കബ് ജോർജ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഇതിൻ്റെ അലയടികൾ ആണ് ഉണ്ടാകുക. അത് മന്നം ജയന്തിയോടുകൂടി അവസാനിക്കുന്നതല്ല. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല സതീശന് മേൽ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. സതീശിൻ്റെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുന്നത് സതീശൻ തിരിച്ചറിയുന്നുണ്ട്. ഇനി അവിടെയും തീരില്ല, മറ്റു നേതാക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ പല രീതിയിൽ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങുകയാണിപ്പോൾ കോൺഗ്രസിൽ. ലാലേ, ഈ ഗ്രൂപ്പ് വഴക്ക് നമുക്കറിയാം, കോൺഗ്രസിൻ്റെ അകത്തെ ഗ്രൂപ്പ് വഴക്കുകളെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ആ ഗ്രൂപ്പുകൾക്കൊക്കെയും 2 ഗ്രൂപ്പുകൾക്കകത്തും ഞാൻ കയറി സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ആൻ്റണി വിഭാഗവും കരുണാകരൻ വിഭാഗവും തമ്മിൽ നടന്ന യുദ്ധത്തിനൊരു ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം നടക്കുമ്പോഴും 2 ഗ്രൂപ്പുകളും നടത്തി വന്നിരുന്നത് അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനം ആത്യന്തികമായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു.
അത് ശരിക്കും കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലാലിനറിയാം, ലാലിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ ആർക്കെങ്കിലും കോൺഗ്രസ്സിൽ ചേരണം എന്ന് അന്ന് വിചാരിച്ചാൽ കോൺഗ്രസ്സിനകത്തേക്കല്ല നമ്മൾ ചേരുക, നമ്മൾ ഗ്രൂപ്പിലാണ് അംഗത്വം എടുക്കുക. അംഗത്വം സാങ്കേതികമായിട്ട് ഗ്രൂപ്പിലാണ് നമ്മൾ ചേരുക. അതാണ് എൻ്റെ വ്യത്യാസം. പക്ഷേ ഇപ്പോഴതല്ല. ഇത് വ്യക്തിപരമായ ഒരു ശത്രുതയായിട്ടങ്ങ് മാറുകയാണ്. ഒരു വശത്ത് BD സതീശൻ, മറുവശത്ത് രമേശ് ചെന്നിത്തല. ഇവർക്കങ്ങനെ ഗ്രൂപ്പുകളോ അതിൻ്റെ ഒരു പ്രത്യേക ഫോർമേഷനോ അങ്ങനെ അണികളോ അല്ല ഉള്ളത്. ഒരു കാരണവശാലും BD സതീശൻ മുഖ്യമന്ത്രിയാവരുത്, അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയാവണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം. മറിച്ച് BD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനല്ലേ അടുത്ത മുഖ്യമന്ത്രി, അതിനെന്താ സംശയം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം നീങ്ങുന്നത്, കരുക്കൾ നീക്കുന്നത്. ഇവർ തമ്മിലുള്ള യുദ്ധം അതിൻ്റെ മാനങ്ങളൊന്നും വേറെ ആണില്ലാൽ. അതാണ് കോൺഗ്രസിൻ്റെ അകത്തെ ഇന്നത്തെ പ്രശ്നത്തിൻ്റെ ഒരു മാറി വരുന്ന പൊരുൾ. അത് മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടോ BD സതീശനോ രമേശ് ചെന്നിത്തലയോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഇനിയിപ്പോൾ BJP എവിടെ നിൽക്കും? സ്വാഭാവികമായിട്ടും BJP ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം NSSൻ്റെ അകത്ത് BJPക്ക് നല്ല സ്വാധീനമുണ്ട്. ഭാഗ്യവശാൽ നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കരോ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോ ഒരു കാരണവശാലും BJPയുടെ ഒരു പരീക്ഷണങ്ങൾക്കും ഒരു സമ്മർദ്ദത്തിനും വശംബദ്ധരായിട്ടില്ല. അത് NSSൻ്റെ ഇന്നത്തെ നിലനിൽപ്പ് അതുകൊണ്ടാണ് അത്രയ്ക്ക് സുരക്ഷിതമായിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. NSS അങ്ങനെ പിടികൊടുക്കുന്നതല്ല. NSS നേതൃത്വം അതുപോലെ സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ NSS വിളിച്ചു എന്ന് കരുതി നാളെ നായന്മാരെല്ലാം, നായർ സമുദായാംഗങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചെയ്യും, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ രംഗത്തിറങ്ങും എന്നൊന്നും വിചാരിക്കേണ്ട. അത് കാര്യം വേറെ. പക്ഷേ അത് നൽകുന്ന ഒരു സൂചന അത് വലിയ സൂചനയാണ്. അതൊരു പക്ഷേ നാളെ എന്നല്ല, അത് BD സതീശിനൊരു വെല്ലുവിളിയായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ രാഷ്ട്രീയം. ശ്രീ A. സജീവൻ അതുതന്നെയാണ്. കാരണം ഇതിപ്പോൾ മുഖ്യമന്ത്രിയാകുക എന്നുള്ള വാക്കൊന്നും മറ്റ് മാധ്യമങ്ങളിലൊക്കെ നിരീക്ഷിക്കുന്നത് പോലെയൊന്നും നമുക്ക് പറയില്ല. ഒരു തലത്തിലേക്ക് കാര്യങ്ങളൊന്നും എത്തുന്നുമില്ല. അതല്ലല്ലോ രാഷ്ട്രീയം. ഇപ്പോൾ കോൺഗ്രസിനകത്ത് സഹിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സതീശൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ അവസ്ഥകളൊക്കെയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം. അവിടെ നിന്ന് ഇനി എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകേണ്ട പഴയ കാലഘട്ടം ആവർത്തിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ അല്ലെങ്കിൽ കൂടി നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാര്യം പറഞ്ഞതുപോലെ താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അതുപോലെ അല്ലെങ്കിലും പുതിയ രീതിയിൽ വരുമ്പോൾ കുറച്ചുകൂടി ഭീകരമാകുമോ കാര്യം കോൺഗ്രസിൽ? മുഖ്യമന്ത്രി എന്നുള്ള ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവരൊക്കെ പറയുന്ന ഒരു താക്കോൽ സ്ഥാനം എന്ന് പറയാം. ആ താക്കോൽ സ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രമേശ് ചെന്നിത്തല ഈ തവണ അദ്ദേഹത്തിനൊക്കെ ഇപ്പൊ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആവുന്ന ഘട്ടമുണ്ടല്ലോ, ആ സമയത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യം നമ്മൾ മറക്കരുത്. ഞാൻ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ ഞാൻ ഒരിക്കൽ പോലും പിന്മാറുന്നില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്. ആ വാക്ക് അദ്ദേഹം ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക ഒരാൾ, സാധ്യത ഉള്ള ഒരാള് VD സതീശനാണ്. ആ VD സതീശനെ ഇപ്പോൾ 3 സമുദായങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തല എത്തിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പരമാവധി തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കും. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഇതുവരെ കണ്ടതിനേക്കാൾ കുറെ കൂടിയ ഒരു രാമരാവണ യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, ശ്രീ ലാൽകുമാർ, നമ്മൾ ഒരു മാസം മുമ്പ് ഈ പാലക്കാട്ടെ ചേലയും ചേലക്കരയിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ VD സതീശനാണ് ഏത് താക്കോൽ സ്ഥാനം എടുത്താലും, കെ സുധാകരൻ KPCC പ്രസിഡന്റ് തന്നെ, മാറ്റമില്ല അത് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ മറ്റൊരു താക്കോൽ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനല്ലാതെ മറ്റൊരാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ആരും പറയില്ല കോൺഗ്രസിൽ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ 24 മണിക്കൂറിന് ഇപ്പുറം പേരുകൾ കൂടുന്നു. 2025 മുതൽ ഇനി ജനുവരി മുതൽ അങ്ങോട്ട് ഇനി എന്തായിരിക്കും താങ്കളുടെ നിരീക്ഷണം എന്താണ്?
നോക്കൂ, ജേക്കബ് സാർ പറഞ്ഞ എന്താണ്? ജേക്കബ് സാർ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നോർമലി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറും. ഞാൻ അതിനു മുമ്പ്, അദ്ദേഹം വരുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? കെ മുരളീധരൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഓർത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിനെ NSS പ്രസംഗിക്കാൻ വിളിച്ചു. പക്ഷെ അന്ന് ഇങ്ങനൊരു ചർച്ച വന്നില്ലല്ലോ. അദ്ദേഹം നായരാണ്. അന്ന് നായരെ NSS ആസ്ഥാനത്തേക്ക് വിളിച്ചപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ആയി ശശി തരൂരിനെയാണ് NSS കാണുന്നതെന്ന് പറഞ്ഞൊരു ചർച്ച നമ്മൾ കണ്ടില്ലല്ലോ. ഇങ്ങനെ വരാവുന്നതിന് കാര്യം എന്താ? ബേസിക്കലി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലക്കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് NSS. അദ്ദേഹം ഈ പറയുന്ന താക്കോൽ സ്ഥാനത്തേക്ക് വരുന്നതിൽ, നേരത്തെ തന്നെ താക്കോൽ സ്ഥാനത്തേക്ക് വരുന്നതിൽ സുകുമാരൻ നായർ വളരെ പരസ്യമായി സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ഹി ഈസ് നോട്ട് ജസ്റ്റ് എ കോൺഗ്രസ് മാൻ ഓർ ഹി ഈസ് നോട്ട് ജസ്റ്റ് അനദർ കോൺഗ്രസ് മാൻ. അത് അദ്ദേഹത്തിന് NSSുമായി കുറച്ച് നാളുകളായി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പാച്ചപ്പ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാച്ചപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് NSSന് വലിയ സ്കെയിലിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനോട് വാർത്താലേഖകർ, മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതിപക്ഷ നേതാവാണല്ലോ രമേശ് ചെന്നിത്തല, കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യമാണ്. അപ്പം നോർമലി അദ്ദേഹമല്ലേ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരേണ്ടത്? അതിന് അദ്ദേഹം CPMനെയാണ് കോട്ട് ചെയ്തത്. CPMനെ കോട്ട് ചെയ്തെന്ന് വെച്ചാൽ BS അച്യുതാനന്ദൻ ആയിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ്, പക്ഷേ മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ അല്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകേണ്ട കാര്യമുണ്ടോ എന്നാണ് അന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചത്. അത് ഉമ്മൻചാണ്ടി ചോദിച്ചത്, ഞാൻ ചോദിച്ചതല്ല, ഞാൻ പറഞ്ഞതല്ല. ഈ ലോജിക്ക് ഇപ്പോഴും കോൺഗ്രസിനകത്ത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാൾ തീരുമാനം എടുക്കുന്നു, അത് ആൾക്കാർ അംഗീകരിക്കുന്നു, വേറെ ചോയ്സ് ഇല്ല. പക്ഷേ അങ്ങനല്ല കോൺഗ്രസിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതിപ്പോഴും ബാധകമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ശരി, എന്തായാലും നമുക്ക് അടുത്ത പ്രതിപക്ഷ നേതാവാണോ അടുത്ത മുഖ്യമന്ത്രിയാണോ എന്നൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ നേരത്തെ കൃത്യമായി പറഞ്ഞതുപോലെ അടുത്ത താക്കോൽ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ആരാണ് എന്ന ചോദ്യത്തിനുള്ള അടിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട് സതീശനെ ഈ രീതിയിൽ മാറ്റിയെങ്കിൽ ആരെയൊക്കെ എന്തൊക്കെയായി ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റും എന്നുള്ളത് കോൺഗ്രസ്സിന് തന്നെ അറിയാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ A. സജീവൻ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.